ഹലോ എവരിവൺ, എന്റെ പേര് മുഹമ്മദ് 2020 ഇവിടെ കയറുന്നത്. അങ്ങനെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 47 ക്വസ്റ്റ്യൻ വരെ അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ. അസ്യൂമിംഗ് കംപ്ലീറ്റ് ഡിസോർഷൻ കാൽക്കുലേറ്റ് ദി pH ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഇലക്ട്രോലൈറ്റ്സ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ ആ ഉണ്ടാകുന്ന സൊല്യൂഷന്റെ pH ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആദ്യം തന്നേക്കുന്നത് 0.003 മോളാർ HCl. HCl ഡിസോസിയേറ്റ് നമുക്കറിയാം എന്താ, ഒരു H പ്ലസും Cl മൈനസ് എന്ന് വെച്ചാൽ 0.003 മോളാർ HCl ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഹൈഡ്രജൻ അയണിന്റെ കോൺസെൻട്രേഷനും 0.003 ആയിരിക്കും. H പ്ലസ് കോൺസെൻട്രേഷൻ ഇവിടെ തന്നിരിക്കുന്നത് 0.003. pH എന്ന് പറഞ്ഞാൽ എന്താണ്? pH എന്ന് വെച്ചാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്തേ വെച്ചാല് മൈനസ് ലോഗ് 3 × 10⁻³ എന്ന് വെച്ചാൽ ഇത് 2.52. ഓക്കെ, നമുക്ക് 3 - log 3 എന്ന് കിട്ടും. 3 - log 3, log 3യുടെ വാല്യൂ 0.48, അത് നമുക്ക് 2.52. ഓക്കെ, അത് രണ്ടാമത്തെ തന്നേക്കുന്നത് എന്താണ്? 0.005 മോളാർ NaOH രണ്ടാമത്തെ തന്നത്. ഓക്കെ, നമുക്കറിയാം NaH ഫുൾ ഡിസോസിയേറ്റ് ചെയ്താൽ Na പ്ലസും OH മൈനസും കിട്ടും. അപ്പൊ ഇവിടെ 0.005 മോളാർ NaOH ഉണ്ടെങ്കിൽ അവിടുത്തെ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതാണ് 0.005. ഓക്കെ, അപ്പം നമുക്കറിയാം OH മൈനസിന്റെ കോൺസെൻട്രേഷൻ അതാണെങ്കിൽ നമുക്കറിയാം എന്താ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? Kw കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ് അല്ലേ? എന്നുവെച്ചാൽ 10⁻14 ഡിവൈഡഡ് ബൈ 5 × 10⁻³ എഴുതാം. 0.005 നമുക്ക് 2 × 10⁻12 എന്ന് കിട്ടും. H പ്ലസ് കോൺസെൻട്രേഷൻ കിട്ടിയാൽ pH എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് മൈനസ് ലോഗ് 2 × 10⁻12 വെച്ചാൽ 12 - log 2 കിട്ടും. 12 - log 2 എന്ന് വെച്ചാൽ 12 - log 2 എന്ന് വെച്ചാൽ 0.3, 11.7. ഓക്കെ, ഇപ്പത്തെ മൂന്നാമതും നമുക്ക് തന്നേക്കുന്നത് 0.002 മോളാർ HBr. HBr നമുക്ക് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഒരു H പ്ലസും ഒരു Br മൈനസും കിട്ടും. അപ്പൊ 0.002 മോളാർ HBr ഉണ്ടെങ്കിൽ അവിടുത്തെ H പ്ലസ് അയണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.002 മോളാർ ആണ്. ഡയറക്റ്റ് ചെയ്യാം. pH = മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് വെച്ചാൽ ഇവിടെ 2 × 10⁻³ എന്ന് നമുക്ക് എഴുതാം. 3 - log 2 നമുക്ക് 2.70 കിട്ടും. ഓക്കെ, നാലാമത് നമുക്ക് തന്നിരിക്കുന്നത് 0.002 മോളാർ KOH. KOH ഒക്കെ ഫുൾ ഡിസോസിയേറ്റ് ചെയ്താൽ ഒരു K പ്ലസും ഒരു OH മൈനസും കിട്ടും. 0.002 മോളാർ KOH ഉണ്ടെങ്കിൽ അവിടുത്തെ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.002 മോളാർ ആണ്. OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് H പ്ലസിനെ കണ്ടുപിടിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് Kw കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. 10⁻14 by 2 × 10⁻³ വെച്ചാൽ നമുക്ക് കിട്ടും 5 × 10⁻12 മോളാർ. അപ്പൊ pH എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് 5 × 10⁻12 നമുക്ക് 11.30. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി pH ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ. നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ pH കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് 2 gram ഓഫ് ടെലൂറിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു ഗിവ് 2 liter ഓഫ് സൊല്യൂഷൻ. ഇപ്പൊ 2 gram ടെലൂറിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് 2 liter സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ എഴുതാന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ടെലൂറിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഇങ്ങനെ എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് ടെലൂറിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എഴുതാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് നമുക്ക് എത്ര ഡിസോൾവ് ചെയ്തു? 2 gram ഡിസോൾവ് ചെയ്തു അല്ലേ? അതിന് നമ്പർ ഓഫ് മോൾസ് ആക്കാൻ ഗിവൻ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്.
ഗിവൺ മാസ് ഇവിടെ എത്ര 2 ഗ്രാം. അത് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസിൽ ടെലൂറിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 204 ആണ്. അത് പ്ലസ് ഓക്സിജന്റെ 16 പ്ലസ് ഹൈഡ്രജന്റെ 1. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ആയി. ഡിവൈഡ് ബൈ വോളിയം നമുക്ക് തന്നിട്ട് 2 ലിറ്റർ ആണ്. ആ 2 ലിറ്റർ അതേപോലെ തന്നെ എഴുതാം. നമുക്ക് സോളിയം കിട്ടുക 4.52 ഇൻറ്റു 10⁻³ മോളാർ കിട്ടും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടെലൂറിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ. ഇത് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്താൽ ഇവിടുത്തെ ഹൈഡ്രോക്സൈഡ് അയണിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് കിട്ടും? അതാണ് ടെലൂറിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അല്ലേ? 4.52 ഇൻറ്റു 10⁻³ ഇതാണ് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ. അത് കിട്ടിയാൽ നമുക്ക് H+ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാമല്ലോ. അതാണ് Kw ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് 10⁻14 ബൈ 4.52 ഇൻറ്റു 10⁻³ പക്ഷെ നമുക്ക് 2.21 ഇൻറ്റു 10⁻12 എന്ന് കിട്ടും. H+ അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ pH എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് വെച്ചാൽ മൈനസ് ലോഗ് 2.21 ഇൻറ്റു 10⁻12 12 മൈനസ് 0.34 എന്ന് വരും. എന്നുവെച്ചാൽ 11.66. ഇതാണ് ഫസ്റ്റ് തന്നേക്കുന്ന ടെലൂറിയം ഹൈഡ്രോക്സൈഡിന്റെ pH എന്ന് പറയുന്നത്, സൊല്യൂഷന്റെ pH. ഇപ്പൊ രണ്ടാമത് തന്നേക്കുന്നത് എന്താണ്? 0.3 ഗ്രാം ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ ടു ഗിവ് 500 ml ഓഫ് സൊല്യൂഷൻ. 500 ml സൊല്യൂഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 0.3 ഗ്രാം ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എടുത്താൽ എത്ര ഗ്രാം തന്നിരിക്കുന്നത്? 0.3 ഗ്രാം ആണ് അല്ലേ? ഇപ്പൊ 0.3 ഗ്രാം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്താണ് കോൺസെൻട്രേഷൻ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എഴുതാം. നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40, ഹൈഡ്രോക്സൈഡിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് OH മൈനസിന്റെ OHന്റെ എന്താണ് മാസ് എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ 2 OH ഉണ്ടപ്പം ഇത് 34 എഴുതും. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എഴുതി. ബൈ വോളിയം നമുക്ക് തന്നേക്കുന്നത് 500 ml ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ ½ ലിറ്റർ എന്ന് എഴുതാം അല്ലേ? ½ ലിറ്റർ സൊല്യൂഷൻ എഴുതാം. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8.11 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ നോക്കുക, ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് 2 OH മൈനസ് ആണ് അവിടെ കിട്ടുന്നത് അല്ലേ? നമുക്കിവിടെ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്താൽ തരും 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം 2 ഇൻറ്റു 8.11 ഇൻറ്റു 10⁻³ എന്ന് വെച്ചാൽ 16.22 ഇൻറ്റു 10⁻³ ഇതാണ് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ. OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് H+ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം അല്ലേ? എത്രയാ? Kw ബൈ OH കോൺസെൻട്രേഷൻ 10⁻14 ബൈ 16.22 ഇൻറ്റു 10⁻³ നമുക്ക് 6.16 ഇൻറ്റു 10⁻13 എന്ന് കിട്ടും. അപ്പൊ pH എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. സോ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് 6.16 ഇൻറ്റു 10⁻13 എന്ന് വരും. വെച്ചാൽ ഇത് നമുക്ക് 12.21 എന്ന് കിട്ടും. അപ്പൊ മൂന്നാമത് നമുക്ക് തന്നേക്കുന്നത് എന്താണ്? 0.3 ഗ്രാം ഓഫ് NaOH ഡിസോൾഡ് ഇൻ വാട്ടർ ടു ഗിവ് 200 ml ഓഫ് സൊല്യൂഷൻ. അപ്പൊ 0.3 ഗ്രാം NaOH ആണ് ഡിസോൾവ് ചെയ്തത്. ഇവിടെ നമുക്ക് NaOHന്റെ കോൺസെൻട്രേഷൻ എടുക്കാം. നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് 0.3 ഗ്രാം NaOH ആണ്. ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. NaOHന്റെ മോളിക്കുലർ മാസ് നമുക്ക് എങ്ങനെ എഴുതാം? 23 പ്ലസ് 17 എന്ന് വരും അല്ലേ? NaOH ഡിവൈഡഡ് ബൈ വോളിയം നമുക്ക് എത്ര 200 ml തന്നിരിക്കുന്നത്. 200 ml നമുക്ക് 0.2 ലിറ്റർ എന്ന് എഴുതും. ഓക്കെ, എന്ന് വെച്ചാല് നമുക്കിത് 3/2 ഇൻറ്റു 14 എഴുതാം. നമുക്ക് 3.75 ഇൻറ്റു 10⁻² എന്ന് കിട്ടും. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് NaOH കിട്ടി. അപ്പോൾ NaOH ഡിസോസിയേറ്റ് നമുക്ക് ഒരു OH മൈനസ് കിട്ടും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് OH എന്ന് പറയുന്നത് OH മൈനസ് എന്ന് പറയുന്നത് 3.75 ഇൻറ്റു 10⁻² ആണ്. അത് കിട്ടിയാൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് എന്ത് വരും? Kw ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് വെച്ചാൽ 10⁻14 ഡിവൈഡഡ് ബൈ 3.75 ഇൻറ്റു 10⁻² എന്ന് വരും.
ഓക്കെ, ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതല്ല, നമുക്ക് OH മൈനസ് കോൺസെൻട്രേഷൻ വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് POH ആണെങ്കിലും കണ്ടുപിടിക്കാം. POH കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താ, POH കണ്ടുപിടിക്കാൻ ജസ്റ്റ് POH കണ്ടുപിടിച്ചിട്ട് ഒരു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് വെച്ചാൽ മൈനസ് ലോഗ് 3.75 into 10⁻², നമുക്കത് 1.94 എന്ന് കിട്ടും. അപ്പൊ POH കിട്ടിയാൽ എന്താ, PH എന്ന് പറയുന്നത് എന്തായിരിക്കും, pKw മൈനസ് POH ആണ്. 14 മൈനസ് 1.94 നമുക്ക് 12.06. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും ചെയ്യാം. OH മൈനസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് H പ്ലസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ POH കണ്ടുപിടിച്ചിട്ട് PH കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നാലാമത്തെ സൊല്യൂഷൻ നമുക്ക് തന്നിരിക്കുന്നത് 1 ml of 13.6 molar HCl is diluted with water to give 1 liter of solution. ഓക്കെ, ഇതിനകത്ത് നമുക്ക് രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. M1V1 M2V2 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ, 13.6 മോളാർ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ 1 ml സൊല്യൂഷൻ, 1 ml സൊല്യൂഷൻ നമുക്ക് 10⁻³ ലിറ്റർ എന്ന് എഴുതാം. അത് ഈക്വൽ ടു ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ M2 നമുക്ക് അറിഞ്ഞുകൂടെ, അങ്ങനെ ഇടുക. വോളിയം എന്താ, 1 ലിറ്റർ സൊല്യൂഷൻ ആക്കി, അപ്പോൾ 1 ലിറ്റർ നമുക്ക് എഴുതാം. M2 എന്ന് പറയുന്നത് നമുക്ക് 13.6 into 10⁻³ മോളാർ എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ഡിസോൾവ് ചെയ്തത് HCl ആണ്. അപ്പൊ ഇത്രയാണ് HClന്റെ ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ. ഇത്രയാണ് HCl കോൺസെൻട്രേഷൻ. H പ്ലസ് അയണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ. അപ്പം PH എന്ന് പറയുന്നത് എന്തായിരിക്കും, PH എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്, അല്ലെങ്കിൽ മൈനസ് ലോഗ് 13.6 into 10⁻³ നമുക്ക് 1.36 into 10⁻² എഴുതാം. നമുക്ക് 1.87 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 49ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടും. ഡിഗ്രി ഓഫ് അയണൈസേഷൻ of a 0.1 molar bromoacetic acid solution is 0.132. Calculate the pH of the solution and pKa of the bromoacetic acid. അപ്പൊ നമുക്കൊരു ഫോർമുല ആദ്യം, bromoacetic acid BrCH2COOH, reversibly gives BrCH2COO minus plus H plus. ഇതാണ് നമ്മുടെ കൊടുത്ത ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C എന്ന് എഴുതുന്നു. റിയാക്ഷൻ തുടങ്ങുമ്പോൾ പ്രൊഡക്ട്സ് ഒന്നും ഇല്ല. അപ്പൊ C മൈനസ് C ആൽഫ കൂടെ C ആൽഫ വെച്ച് കിട്ടും ഇക്വിലിബ്രിയം ആകുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതൊരു ബ്രോമോഅസിറ്റിക് ആസിഡ് നമ്മളൊരു വീക്ക് ആസിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. വീക്ക് ആസിഡിന്റെ K എടുത്ത് നമുക്കറിയാം, സാധാരണ K എന്ന് പറയുന്നത് എന്തായിരിക്കും, C ആൽഫ സ്ക്വയർ ബൈ C ആൽഫ സ്ക്വയർ ബൈ C into 1 മൈനസ് ആൽഫ ആണ് സാധാരണ ഇക്വേഷൻ വരുന്നത്. പക്ഷേ വീക്ക് ആസിഡ് ആണെങ്കിൽ നമുക്ക് 1 മൈനസ് ആൽഫ ഡിനോമിനേറ്ററിലുള്ള 1 മൈനസ് ആൽഫ നമുക്ക് എന്താണ് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്, C ആൽഫ സ്ക്വയർ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കെയുടെ വാല്യൂ നമുക്ക് C ആൽഫ സ്ക്വയർ എന്ന് എടുത്താൽ K ഈക്വൽ ടു കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.1 മോളാർ നമുക്ക് തന്നിട്ടുണ്ട്. ഡിസോസിയേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് ആൽഫ തന്നിട്ടുണ്ട്, എത്ര 0.132 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ അത് നമുക്ക് 1.74 into 10⁻³ എന്ന് കിട്ടും. കെയുടെ വാല്യൂ കിട്ടി, നമുക്ക് PK കണ്ടുപിടിക്കാൻ എന്താണ് മൈനസ് ലോഗ് എടുക്കുക. മൈനസ് ലോഗ് 1.74 into 10⁻³ എന്ന് വരും. എന്ന് വെച്ചാൽ നമുക്ക് 2.76 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ സൊല്യൂഷന്റെ PH എങ്ങനെ കണ്ടുപിടിക്കാം? PH എന്ന് വെച്ചാൽ ഇവിടെ H പ്ലസ് കോൺസെൻട്രേഷൻ എത്രയാ, C ആൽഫയാണ് അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് C ആൽഫയാണ്, അല്ലെങ്കിൽ 0.1 into 0.132 എന്ന് വരും. നമുക്കിത് 1.32 into 10⁻² എന്ന് എഴുതാം. അപ്പം H പ്ലസ് കോൺസെൻട്രേഷൻ കിട്ടിയാൽ PH എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് 1.32 into 10⁻². നമുക്കിത് 1.88 എന്ന് കിട്ടും. ഓക്കെ, 50ാമത്തെ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരുന്നത് PHഉം PKയും. ഓക്കെ, അടുത്ത് 51ാമത്തെ ക്വസ്റ്റ്യൻ.
The pH of a 0.005 molar codeine. കൊഡീന്റെ ഫോറം നമുക്ക് തന്നിട്ടുണ്ട് C18H21NO3. അതിന്റെ pH നമുക്ക് തന്നിട്ടുണ്ട് 9.95 ആണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് അയനൈസേഷൻ കോൺസ്റ്റന്റ് ആൻഡ് pKb. അയനൈസേഷൻ കോൺസ്റ്റന്റ് കെബിയും പികെബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് കൊഡീൻ തന്നിട്ടുണ്ട്, അതിന്റെ pH തന്നിട്ടുണ്ട് എത്രയാ 9.95 തന്നിട്ടുണ്ട്. അതിന്റെ കോൺസെൻട്രേഷൻ തന്നേക്കുന്നത് 0.005 മോളാർ ആണ്. അപ്പം നമുക്ക് pH നമുക്ക് POH നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. POH എന്ന് പറയുന്നത് എത്രയാ 14 മൈനസ് PKW മൈനസ് PH ആണ് അല്ലേ. ഇപ്പൊ 14 മൈനസ് 9.95 നമുക്ക് 4.05 എന്ന് കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്താണ് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇവിടെ എടുക്കാം അല്ലേ. എന്താണ് POH എന്ന് പറയുന്നത് മൈനസ് ലോഗ് OH മൈനസ്. OH മൈനസിന്റെ കോൺസെൻട്രേഷൻ വെച്ചാൽ മൈനസ് ആന്റി ലോഗ് ഓഫ് 4.05 എന്ന് വരും. എന്നുവെച്ചാൽ അത് 8.91 into 10⁻⁻5 എന്ന് കിട്ടും. അപ്പൊ അതാണ് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ. വീക്ക് ആസിഡിന്റെ ഡിസോസിയേഷനിൽ എന്താ, ഒരു വീക്ക് ബേസിന്റെ ഡിസോസിയേഷനിൽ നമുക്ക് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കിട്ടി അല്ലേ. OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താ ഇവിടെ C�alpha എന്നുള്ള ടേം. നേരത്തെ വീക്ക് ആസിഡ് ഡിസോസിയേഷൻ കണ്ടു. അപ്പൊ അതേപോലെ തന്നെ വീക്ക് ബേസ് ഡിസോസിയേഷനിൽ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C�alpha ആയിരിക്കും. ഓക്കെ, C�alpha is equal to നമുക്ക് എന്ത് ചെയ്യും 8.91 into 10⁻⁻5 എന്ന് ഇക്വേറ്റ് ചെയ്യും. ഇപ്പൊ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് എത്രയാ 0.005 അല്ലെങ്കിൽ 5 into 10⁻⁻3 ആണ് ഇവിടെ തന്നിരിക്കുന്നത് കോൺസെൻട്രേഷൻ. അത് ഈക്വൽ ടു അത് ഇൻറ്റു ആൽഫ ആണെന്ത് 8.91 into 10⁻⁻5 എന്നുള്ളത്. ആൽഫയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 8.91 by 8.91 10⁻⁻5 by 5 into 10⁻⁻3 എന്ന് വരും. അത് നമുക്ക് എന്താ കിട്ടുക 1.782 into 10⁻⁻2 എന്ന് കിട്ടി. ആൽഫ നമുക്ക് കിട്ടി. നമുക്കറിയാം എന്താ KB കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ KBയുടെ വാല്യൂ എന്താ നമുക്ക് C�alpha² എടുത്താൽ മതി. എന്ന് വെച്ചാൽ C എത്ര ഇവിടെ 5 into 10⁻⁻3 into 1.782 into 10⁻⁻2 സ്ക്വയർ. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 1.58 into 10⁻⁻6 എന്ന് കിട്ടും. അപ്പൊ KB കിട്ടിയാൽ PKB കണ്ടുപിടിക്കാനും പാടില്ല. PKBയുടെ വാല്യൂ എന്താ മൈനസ് ലോഗ് KB ആണ് അല്ലേ. എന്നുവെച്ചാല് മൈനസ് ലോഗ് 1.58 into 10⁻⁻6 എന്ന് വരും. 5.80 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 52ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദി pH of 0.001 molar aniline solution? The ionization constant of aniline can be taken from. ഓക്കെ, അപ്പൊ അകത്ത് ടേബിളിൽ അനിലിന്റെ അയനൈസേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. കാൽക്കുലേറ്റ് ദി ഡിഗ്രി ഓഫ് അയനൈസേഷൻ ഓഫ് അനിലിൻ ഇൻ ദി സൊല്യൂഷൻ. ഡിഗ്രി ഓഫ് അയനൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഓൾസോ കാൽക്കുലേറ്റ് ദി അയനൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് അനിലിൻ. കോൺജുഗേറ്റ് ആസിഡിന്റെ അയനൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ Ka കണ്ടുപിടിക്കാനും പറയുന്നു. ഓക്കെ, ആദ്യം നമുക്ക് pH തന്നിട്ടുണ്ട്. ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 52 നമുക്ക് അകത്തുള്ള ടേബിളിന്റെ അനിലിന്റെ KB വാല്യൂ നമുക്ക് തന്നേക്കുന്നത് എത്രയാണ് 4.27 into 10⁻⁻10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നേക്കുന്ന അനിലിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻3 മോളാർ ആണ്. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് KBയുടെ വാല്യൂ എന്താണ് C�alpha² ആണ് അല്ലേ. അപ്പൊ KBയുടെ വാല്യൂ നമുക്ക് 4.27 into 10⁻⁻10 ഇടുക. കോൺസെൻട്രേഷൻ തന്നേക്കുന്നത് 10⁻⁻3. അതിന്റെ α² α² വാല്യൂ നമുക്ക് 4270 into 10 അവസാനം 6.53 into 10⁻⁻4 എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ വീക്ക് ബേസ് അനിലിൻ ഉണ്ട്. അപ്പം അനിലിന് നമുക്ക് വീക്ക് ബേസ് WB എന്ന് എഴുതി കാണിക്കാം. ഓക്കെ, WB അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. വാട്ടർ റിയാക്ട് ചെയ്താൽ എന്താ അത് വാട്ടർ ചെയ്യുന്ന H+ അങ്ങ് വാങ്ങും ഇല്ലേ. H+ വാങ്ങി പുറത്ത് C�alpha എന്ന് വരും. എന്നുവെച്ചാൽ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് പറയുന്നത് എന്താണ് C�alpha ആണ്. നമുക്ക് കോൺസെൻട്രേഷൻ 10⁻⁻3 into 6 ആൽഫയുടെ വാല്യൂ 6.53 into 10⁻⁻4.
നമുക്ക് 6.53 ഇൻറ്റു 10⁻⁻7 ഉണ്ട്. POH നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇടുക. അപ്പൊ മൈനസ് ലോഗ് 6.53 ഇൻറ്റു 10⁻⁻7 നമുക്ക് 6.187 എന്ന് കിട്ടും. അപ്പൊ POHന്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് PH കണ്ടുപിടിക്കാം. PHന്റെ വാല്യൂ എന്ത് വരും? PKW മൈനസ് POH വരും. ഇപ്പൊ PKW വാല്യൂ എന്താണ്? 14 മൈനസ് POHന്റെ വാല്യൂ 6.187 നമുക്ക് 7.813 കിട്ടും. നമുക്ക് സൊല്യൂഷന്റെ PH കണ്ടുപിടിച്ചു. ഈ കോൺജുഗേറ്റ് ആസിഡിന്റെ അയനൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ അല്ലെങ്കിൽ KAയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. KAയുടെ വാല്യൂ എന്ന് വെച്ചാൽ എന്താ? K എന്ന് വെച്ചാൽ KW/KB നമുക്ക് എഴുതാം അല്ലേ? KWയുടെ വാല്യൂ 10⁻⁻14 KB യുടെ വാല്യൂ നമുക്കറിയാം 4.27 ഇൻറ്റു 10⁻⁻10 എന്ന് വെച്ചാൽ നമുക്ക് 2.34 ഇൻറ്റു 10⁻⁻5 എന്ന് കിട്ടും. ഓക്കെ, നമ്മള് Kയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ആ ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ. Calculate the degree of ionization of 0.05 molar acetic acid if its pKa value is 4.74. How is the degree of dissociation affected when a solution also contains 0.01 molar and 0.1 molar in HCl? ആദ്യം നമുക്ക് അസിറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. അതിന്റെ PK വാല്യൂ 4.74. അപ്പം PK വാല്യൂ നമുക്ക് എഴുതാം. PK നമുക്ക് മൈനസ് ലോഗ് K എന്ന് എഴുതാം അല്ലേ? 4.74. അപ്പൊ Kയുടെ വാല്യൂ എന്ത് വരിക? മൈനസ് ആന്റി ലോഗ് ഓഫ് 4.7 വരും. 1.82 ഇൻറ്റു 10⁻⁻5. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഗ്രീക്ക് ഇലക്ട്രോൺ അല്ലെങ്കിൽ C⁻² എന്ന് വരും. 1.82 ഇൻറ്റു 10⁻⁻5 1.82 ഇൻറ്റു 10⁻⁻5 കോൺസെൻട്രേഷൻ 0.05 മോളാർ ആണ്. അപ്പൊ അവിടെ നിന്ന് ആൽഫ നമുക്ക് ഇതിന്റെ റൂട്ട് എടുക്കുക. ആൽഫ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടുന്നത് 1.96 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 0.01 മോളാറും 0.1 മോളാറും ഉള്ള HCl ഉണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് എഴുതാം. അപ്പൊ ആദ്യം അസിറ്റിക് ആസിഡ് ഡിസോസിയേഷൻ ഫോറം നോട്ട് എഴുതാം. CH3COO മൈനസ് പ്ലസ് H പ്ലസ് എന്ന് വരും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത് 0.05 ആണ്. പക്ഷെ ഓൾറെഡി സൊല്യൂഷൻ എന്താണ്? 0.01 മോളാർ HCl ഉണ്ട്. 0.01 മോളാർ HCl ഉണ്ടെങ്കിൽ H പ്ലസ് അതിന്റെ കോൺസെൻട്രേഷൻ ആദ്യം തന്നെ എത്രയുണ്ട്? 0.01 മോളാർ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യും. എക്സ് ഡിസോസിയേറ്റ് ചെയ്ത് എക്സ് കിട്ടുന്നു. 0.01 പ്ലസ് എക്സ് കിട്ടുന്നു. പക്ഷെ കെയുടെ വാല്യൂ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് ഇല്ലേ? അപ്പൊ കെയുടെ വാല്യൂ ഞാൻ എഴുതാം 0.01 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ബൈ 0.05 മൈനസ് എക്സ് ആണ്. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് കൊണ്ട് 0.01 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓൾമോസ്റ്റ് 0.01 അടുത്ത് തന്നെ വരും. 0.05 മൈനസ് എക്സ് എന്നുള്ളത് 0.05 അടുത്തുള്ള വാല്യൂന് വരും. വലിയ ഡിഫറൻസ് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ പ്ലസ് എക്സ് മൈനസ് എക്സ് നമുക്ക് നെഗറ്റീവ് കളയുന്നു. അപ്പം 0.01 ഇൻറ്റു എക്സ് ബൈ 0.05 എന്ന് വരും. കെയുടെ വാല്യൂ എന്നുള്ളത് എത്രയാണ്? കെയുടെ വാല്യൂ നമുക്ക് 1.82 ഇൻറ്റു 10⁻⁻5 അത് ഈക്വൽ ടു എക്സ് ബൈ 5 എന്ന് വരും. അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് 9.1 ഇൻറ്റു 10⁻⁻5 എന്ന് വരും. ഓക്കെ, ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിൽ എത്ര ഡിസോസിയേറ്റ് ചെയ്തു അത് ഡിവൈഡഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പം 9.1 ഇൻറ്റു 10⁻⁻5 ബൈ ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ 0.05. ഇതിന്റെ ആദ്യത്തെ വാല്യൂ 1.82 ഇൻറ്റു 10⁻⁻3. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിലുള്ള ഡിഗ്രി. ഈ രണ്ടാമത്തെ കേസിലേക്ക് വരാം. രണ്ടാമത്തെ കേസിൽ വീണ്ടും ഡിസോസിയേഷൻ നടക്കുന്നു.
പക്ഷെ അവിടെയുള്ള HCl കോൺസെൻട്രേഷൻ മാറും. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.05 ആണ്. കോൺസെൻട്രേഷൻ മാറി. HCl കോൺസെൻട്രേഷൻ 0.1 ആണ്. അപ്പൊ അത് ഇവിടുന്ന് 0.6 ഇക്വിലിബ്രിയത്തിൽ എക്സ് ഡിസോസിയേറ്റ് ചെയ്യുന്നു, ഇവിടെ എക്സ് വരുന്നു, ഇവിടെ 0.1 പ്ലസ് എക്സ് വരുന്നു. ഓക്കെ, കെയുടെ വാല്യൂ ഇതേപോലെ, കാരണം രണ്ടും ഒരുപാട് എക്സ് ഇൻറ്റു 0.05 എന്ന് വരും. കെയുടെ വാല്യൂ നമുക്ക് അറിയാം ഇത്രയാണ്, 1.82 ഇൻറ്റു 10⁻⁻5 ആണ്. ഇവിടെ പുതിയ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.82 ഇൻറ്റു 0.5 ഇൻറ്റു 10⁻⁻5 എന്ന് വരും. ഇവിടുത്തെ പുതിയ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ α2 അതെന്താണ്, ഇവിടുത്തെ എക്സ് ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ 1.82 ഇൻറ്റു 0.5 ഇൻറ്റു 10⁻⁻5 ഡിവൈഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.05. അത് 1.82 ഇൻറ്റു 10⁻⁻4 എന്ന് വരും. ഇതാണ് രണ്ടാമത്തെ കേസിലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 54ാമത്തെ ക്വസ്റ്റ്യൻ. The ionization constant of dimethylamine is 5.4 into 10⁻⁻4. Calculates its degree of ionization in its 0.02 molar solution. What percentage of dimethylamine is ionized if the solution is also 1.1 molar in NaOH? അപ്പോൾ നമുക്ക് ഡൈമീഥൈലമീൻ വീക്ക് ബേസ് ആണ്, അതിന്റെ KB വരെ വന്നിട്ടുണ്ട് 5.4 10⁻⁻4 ആണ്. അപ്പൊ അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കണം, അതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 54. തന്നിരിക്കുന്ന KB വാല്യൂ എന്താണ്, 5.4 ഇൻറ്റു 10⁻⁻4 ആണ്. അപ്പൊ വീക്ക് ബേസ് ആണെങ്കിൽ KBയുടെ വാല്യൂ എന്താ വരിക, നമുക്കറിയാം KB ഈക്വൽ ടു C⁴ ആണ്. കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ, അപ്പൊ നമുക്ക് ഇവിടുന്ന് α² തരാം. α² നമുക്ക് KB ബൈ C എന്ന്. അപ്പൊ KBയുടെ വാല്യൂ എത്ര, 5.4 ഇൻറ്റു 10⁻⁻4 ബൈ കോൺസെൻട്രേഷൻ എത്രയാണ്, 0.02 മോളാർ ആണ്. അതിലേക്ക് 2 ഇൻറ്റു 10⁻⁻2 നൽകാം. അപ്പൊ അവിടെ നമുക്ക് ആൽഫ സോൾവ് ചെയ്ത് നമുക്ക് 0.1643 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എത്ര അയനൈസ് ചെയ്യും ഓൾറെഡി ആ സൊല്യൂഷനിൽ 0.1 മോളാർ NaOH ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഡൈമീഥൈലമീനെ ഡിസോസിയേഷൻ കാണിക്കാം. ഡൈമീഥൈലമീൻ, ഇതാണ് ഡിസോസിയേഷൻ നടക്കും. അപ്പൊ ആദ്യം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C എന്ന് നമ്മൾ എടുത്താൽ പ്രൊഡക്ട്സ് 0 ആണ്. പക്ഷെ ഇവിടെ 0.1 മോളാർ NaOH ഓൾറെഡി ഉണ്ട്. അപ്പൊ NaOHന്റെ വെച്ചാൽ കോൺസെൻട്രേഷൻ OH മൈനസിൽ ഉള്ളത് ഓൾറെഡി 0.1 അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഒരു എക്സ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ എക്സ് ഉണ്ടാവുന്നു, ഇവിടെ 0.1 പ്ലസ് എക്സ് ഉണ്ടാവുന്നു. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ -x പ്ലസ് എക്സ് ഇവിടെ നമുക്ക് കളയാം. ഇതെന്തായാലും അപ്രോക്സിമേറ്റ്ലി നമുക്ക് C എന്ന് തന്നെ എടുക്കാം. ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.1 എന്ന് തന്നെ എടുക്കാം. ഇവിടുത്തെ പുതിയ KB എന്താ വരിക, എക്സ് ഇൻറ്റു പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. എക്സ് ഇൻറ്റു 0.1 ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C 0.02 ആണ്. ഓക്കെ, KBയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10⁻⁻4 തന്നിട്ടുണ്ട്. ഈക്വൽ ടു എക്സ് ഇൻറ്റു 0.1 ബൈ 0.02 തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും 0.0054 എന്ന് കിട്ടും. നമുക്ക് 5.4 ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻2 ബൈ 10⁻⁻4 ബൈ 10⁻⁻1 10.8 ഇൻറ്റു -5 ഉണ്ട്. ഓക്കെ, എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി പേഴ്സണേജ് ഡിസോസിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? പേഴ്സണേജ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ എത്ര അയണൈസ് ചെയ്തു അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൺസെൻട്രേഷൻ ആദ്യം ഇത്ര ഉണ്ടായിരുന്നു ഇൻറ്റു 100 അല്ലേ. ഇത് 10.8 ഇൻറ്റു 10⁻⁻5 ഡിവൈഡഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ എത്ര 0.02 മോളാർ ആയിരുന്നു. അത് ഇൻറ്റു 100 എന്ന് വരും.
10.8 by 5.4 എഴുതാം. 10 raised to minus 3 100. So the 0.54%. Okay. 54ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ. Calculate the hydrogen ion concentration in the following biological fluids whose pH are given below. കുറച്ച് ഫ്ലൂയിഡ്സിന്റെ pH തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഹൈഡ്രജൻ ആണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് തന്നേക്കുന്നത് ഹ്യൂമൻ മസിൽ ഫ്ലൂയിഡ് ആണ്. അതിന്റെ pH തന്നേക്കുന്നത് 6.83 ആണ്. പറയാം കോൺസെൻട്രേഷൻ ഓഫ് H+ ഇവിടെ എന്താ വരിക? മൈനസ് ആന്റി ലോഗ് ഓഫ് 6.83. 1.48 into 10 raised to minus 7. രണ്ടാമത് തന്നേക്കുന്നത് ഹ്യൂമൻ സ്റ്റൊമക് ഫ്ലൂയിഡ് ആണ്. അതിന്റെ pH തന്നേക്കുന്നത് 1.2 ആണ്. തുടർന്ന് H+ മൈനസ് ആന്റി ലോഗ് ഓഫ് 1.2. നമുക്ക് 6.3 into 10 raised to minus 2 എന്നുള്ളത്. മൂന്നാമത് നമുക്ക് തന്നേക്കുന്നത് ഹ്യൂമൻ ബ്ലഡ് ആണ്. pH 7.38. H+ കോൺസെൻട്രേഷൻ വരിക മൈനസ് ആന്റി ലോഗ് എടുക്കുക, നമുക്ക് 4.17 into 10 raised to minus 8 മോളാർ. നാലാമത് ഹ്യൂമൻ സലൈവ pH നമുക്ക് 6.4 ആണ്. തുടർന്ന് H+ കോൺസെൻട്രേഷൻ മൈനസ് ആന്റി ലോഗ് ഓഫ് 6.4 കൊടുക്കുക, നമുക്ക് 3.98 into 10 raised to minus 7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 56th question. The pH of milk, black coffee, tomato juice, lemon juice and egg white are. ഇവിടെ നമുക്ക് എന്താണ് കുറച്ച് ഫ്ലൂയിഡ്സിന്റെ pH തന്നിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം H+ ion കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറയും. ഇപ്പൊ നമ്മൾ ചെയ്ത അതേ സാധനം തന്നെ വീണ്ടും ചെയ്യാം. അതായത് നമുക്ക് മിൽക്കിന്റെ pH തന്നിരിക്കുന്നത് 6.8 ആണ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് H+ കോൺസെൻട്രേഷൻ എന്താ വരിക? ആന്റി ലോഗ് 6.8 അല്ലെങ്കിൽ കിട്ടുക 10 raised to minus. രണ്ടാമത് തന്നിരിക്കുന്നത് ബ്ലാക്ക് കോഫി ആണ്. അതിന്റെ pH തന്നിരിക്കുന്നത് 5.1. അവിടെ നിന്ന് നമുക്ക് H+ കോൺസെൻട്രേഷൻ എന്താ വരിക? മൈനസ് ഓഫ് ആന്റി ലോഗ് വെച്ചാൽ നമുക്ക് 10 raised to minus 5 ഉണ്ടാകും. മൂന്നാമത് നമുക്ക് തന്നേക്കുന്നത് ടൊമാറ്റോ ജ്യൂസ് ആണ്. അതിന്റെ pH നമുക്ക് തന്നേക്കുന്നത് 4.2 ആണ്. 4.2 H+ കോൺസെൻട്രേഷൻ വരുന്നത് മൈനസ് ആന്റി ലോഗ് 4.2, നമുക്ക് 6.31 into 10 raised to minus 5 മാറുന്നു. ഓക്കെ, നാലാമത് നമുക്ക് തന്നേക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്. അതിന്റെ pH തന്നേക്കുന്നത് 2.2 ആണ്. അവിടെ നിന്ന് H+ കോൺസെൻട്രേഷന്റെ വാല്യൂ വരിക മൈനസ് ആന്റി ലോഗ് ഓഫ് 2.2 എന്നുവെച്ചാൽ 6.31 into 10 raised to minus 3 എന്നുള്ളതാണ്. എന്താ തന്നേക്കുന്നത്? എഗ് വൈറ്റ്. അതിന്റെ pH തന്നേക്കുന്നത് 7.8 ആണ്. H+ കോൺസെൻട്രേഷൻ എന്താ വരിക? മൈനസ് ഓഫ് ആന്റി ലോഗ് 7.8 1.58 into 10 raised to minus 8. ഇത്രയും നമ്മളുടെ H+ ion കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. If 0.561 gram of KOH is dissolved in water to give 200 ml of solution at 298 Kelvin, calculate the concentration of potassium, hydrogen and hydroxyl ions. What is its pH? അതായത് നമുക്ക് KOH എത്ര കാണിക്കുന്നത്? 0.561 gram dissolved in 200 ml solution. അപ്പൊ അവിടെ KOHന്റെ കോൺസെൻട്രേഷൻ ആദ്യം കണ്ടുപിടിക്കും. Question number 57. അവിടെ കോൺസെൻട്രേഷൻ ഓഫ് KOH എന്ന് പറയുന്നത് എന്താണ്?
നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റർ. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. ഗിവൺ മാസ് വന്നിട്ട് നമുക്ക് 0.561 ഗ്രാം ആണ്. മോളിക്കുലർ മാസ് എത്രയാണ്? 56.11 ഗ്രാം ആണ് KOHന്റെ മോളിക്കുലർ മാസ്. വോളിയം നമുക്ക് തന്നിരിക്കുന്നത് 200 ലിറ്റർ ആണ്. അതിന് നമുക്ക് 0.2 ലിറ്റർ അല്ലെങ്കിൽ 1/5 ലിറ്റർ നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുക 0.05. ഓക്കെ, അപ്പം KOHന്റെ കോൺസെൻട്രേഷൻ കിട്ടും. KOH എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ അത് സൊല്യൂഷനിൽ മൊത്തത്തിൽ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് എന്താണ് OH മൈനസ് അതിന്റെ കോൺസെൻട്രേഷൻ എന്ത് എഴുതാം? OH മൈനസ് അതിന്റെ കോൺസെൻട്രേഷൻ തന്നെ ആയിരിക്കും K പ്ലസ് കോൺസെൻട്രേഷൻ അല്ലേ? കാരണം ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം KOH എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ K പ്ലസും OH മൈനസും കിട്ടും. അത് രണ്ടും വലിയ കോൺസെൻട്രേഷനിലായിരിക്കും. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് K പ്ലസ് എന്ന് പറയുന്നതും കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറയുന്നതും സെയിം ആണ്. അത് ഈക്വൽ ടു വാല്യൂ വരിക KOHന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാ? 0.05 മോളാർ. ഓക്കെ, OH മൈനസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടിയാൽ നമുക്ക് H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കിട്ടാം അല്ലേ? H പ്ലസ് അതിന്റെ കോൺസെൻട്രേഷൻ എന്താ? KW ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് 10⁻⁻14 by 0.05 10⁻30. H പ്ലസ് അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് pH കണ്ടുപിടിക്കാം. pHന്റെ വാല്യൂ എന്താണ്? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ്. മൈനസ് ലോഗ് 2 into 10⁻⁻13. 13 മൈനസ് ലോഗ് 2.3 എന്ന് വരും. അത് നമുക്ക് 12.70. ഓക്കെ, അമ്പത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ. Solubility of strontium hydroxide at 298 Kelvin is 19.23 gram per liter of solution. അപ്പൊ നമുക്ക് strontium hydroxide solubility വന്നിട്ടുണ്ട് 1 ലിറ്ററിൽ 19.23 gram soluble ആണ് വന്നിട്ടുണ്ട്. Calculate the concentration of strontium and hydroxyl ions and the pH of the solution. അപ്പൊ നമുക്ക് strontium ion കോൺസെൻട്രേഷനും ഹൈഡ്രോക്സിൽ ion കോൺസെൻട്രേഷനും പിന്നെ സൊല്യൂഷന്റെ pHും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് strontium hydroxide ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അത് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് നമുക്ക് എത്ര? 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിനകത്ത് എത്ര? 19.23 ഗ്രാം ഡിസോൾവ് ആയി. 19.23 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് എടുക്കാം. സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 121.63 ആണ്. അതുവേ ഒരു എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് അസ്യൂം ചെയ്തത്? 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്, അത് 1 ഇടുക. അത് നമുക്ക് 0.1581 മോളാണെന്ന് കിട്ടും. ഓക്കെ, നമുക്ക് സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഡിസോസിയേഷൻ എഴുതാം. സ്ട്രോൺഷ്യം SR2 പ്ലസ് അയോണും 2 OH മൈനസ് അയോണും നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ C എന്ന് എടുത്താൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ എന്ത് വരും? ഇവിടെ 0 വരും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ നമുക്കിവിടെ C മൈനസ് X എന്ന് എടുക്കാം. ഇവിടെ എന്താ? ഇവിടെ സ്ട്രോൺഷ്യം അയണിന്റെ കോൺസെൻട്രേഷൻ X എന്ന് കിട്ടും. ഹൈഡ്രോക്സൈഡിൽ അയണിന്റെ 2X എന്ന്. ഇവിടെ സിയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാ? 0.1581 ആയിരുന്നു. സോറി, സിയുടെ വാല്യൂ നമ്മൾ സോലിബിലിറ്റി ആണ് തന്നേക്കുന്നത്. സോലിബിലിറ്റിയുടെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡിന്റെ അല്ല, ഇവിടുത്തെ SR2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇവിടെ X നെറ്റേക്കുന്ന വാല്യൂ ആണ് നമ്മളിവിടെ ഇപ്പം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ എന്താ? ഇപ്പൊ സ്ട്രോൺഷ്യം അയണിന്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയ 0.1581 എന്നുള്ളത്. അപ്പം സ്ട്രോൺഷ്യം അയണിന്റെ കോൺസെൻട്രേഷൻ X ആണെങ്കിൽ ഹൈഡ്രോക്സിൽ അയണിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 2X ആണ് അല്ലേ? 2X എന്ന് പറയുമ്പോൾ ഇവിടെ 0.3126 എന്ന് കിട്ടും. അപ്പൊ ഹൈഡ്രോക്സിൽ അയണിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് H പ്ലസ് അയണിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. H പ്ലസ് അയണിന്റെ കോൺസെൻട്രേഷൻ വരിക KW ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH ആണ്. 10⁻⁻14 by 0.3126 വരും. ഇത് നമുക്ക് 3.2 into 10⁻⁻14 മോളാർ.
അപ്പം എച്ച് പ്ലസ് അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് സൊല്യൂഷന്റെ പി എച്ച് കണ്ടുപിടിക്കും. പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അല്ലെങ്കിൽ 3.2 into 10⁻⁻14 ഇത് നമുക്ക് 13.5 ഓക്കെ. അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ. The ionization constant of propanoic acid is 1.32 into 10⁻⁵ ionization of the acid in its 0.05 molar solution, and also what will be its degree of ionization if the solution is 0.01 molar in HCl also. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് പ്രൊപ്പനോയിക് ആസിഡിന്റെ Ka വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചോദിക്കുന്നത്, ഡിഗ്രി ഓഫ് അയനൈസേഷൻ ആൽഫ വെച്ചിട്ടുണ്ട്, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് 15th ക്വസ്റ്റ്യൻ. നമുക്ക് കെയുടെ വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്? 1.32 into 10⁻⁻5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രൊപ്പനോയിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ കെയുടെ വാല്യൂ നമുക്ക് എന്തെടുക്കാം? കെയുടെ വാല്യൂ എന്നുള്ളത് നമുക്ക് സി ആൽഫ സ്ക്വയർ നമുക്ക് എടുക്കാം അല്ലേ. അപ്പൊ അവിടെ നിന്ന് ആൽഫ സ്ക്വയറിന്റെ വാല്യൂ എന്ത് കെ എ ബൈ സി അല്ലേ, അല്ലെങ്കിൽ കെയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക 1.32 into 10⁻⁻5 ഡിവൈഡഡ് ബൈ നമുക്ക് തന്നേക്കുന്ന കോൺസെൻട്രേഷൻ പറയുന്നത് 0.05 മോളാണ്. അവിടെ നമുക്ക് ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടും. റൂട്ട് എടുത്താൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടുന്നത് 1.63 into 10⁻2 എന്ന് കിട്ടും. ഓക്കെ, ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഡിഗ്രി ഓഫ് അയനൈസേഷൻ കണ്ടുപിടിച്ചു, അതിന്റെ പി എച്ച് കണ്ടുപിടിക്കും. ഒരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ജനറൽ ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം, HA + H2O നമുക്ക് ഇത് കിട്ടുക H3O + H എന്താണ് OH മൈനസ് H3O + A മൈനസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സി ആണ് വിചാരിക്കും വീക്ക് ആസിഡിന്. ഇവിടെ എന്താ, ഇത് രണ്ടും 0 ആയിരിക്കും. സി മൈനസ് സി ആൽഫ എടുത്താൽ ഇവിടെ സി ആൽഫ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ H3O+ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫയാണ്. H3O+ എന്ന് പറയുന്നത് H+ ആയതിന്റെ കോൺസെൻട്രേഷൻ സി ആൽഫ എന്ന് എടുക്കാം. ഇത് നമുക്ക് 8.15 into 10⁻⁻4 എന്ന് കിട്ടും. H+ ആയതിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് പി എച്ച് കണ്ടുപിടിക്കാം. പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+, 8.15 into 10⁻⁻4 എന്ന് എടുക്കാം. ഇത് നമുക്ക് 3.09. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് സൊല്യൂഷനിൽ ഓൾറെഡി 0.01 മോളാർ HCl ഉണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് അയനൈസേഷൻ എന്താവും എന്നാണ് ചോദിച്ചത്. നമ്മൾ വീണ്ടും ഈ ഫോർമുല എഴുതുന്നു. ഓക്കെ, ഇവിടെ ആകെയുള്ള വ്യത്യാസം എന്ന് ഇനിഷ്യലി അവിടെ ഓൾറെഡി 0.01 മോളർ HCl ഉണ്ട്, അല്ലെങ്കിൽ H+ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ കോൺസെൻട്രേഷൻ ഇനിഷ്യലി 0 അല്ല, അതിന് പകരം ഇവിടെ 0.01 വരും. ഓക്കെ, ഇവിടെ സി മൈനസ് സി ആൽഫ ഉണ്ടെന്ന് വരും. ഇക്വിലിബ്രിയത്തിൽ സി മൈനസ് സി ആൽഫ ആണ്. ഇവിടെ എന്താ വരും? 0.01 + സി ആൽഫ വരും, ഇവിടെ സി ആൽഫ വരും. കെയുടെ വാല്യൂ എന്നുള്ളത് എന്താ വരിക? 0.01 + സി ആൽഫ into സി ആൽഫ ബൈ സി മൈനസ് സി ആൽഫ വരും. ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ പ്ലസ് സി ആൽഫയും മൈനസ് സി ആൽഫയും, ന്യൂമറേറ്ററിലുള്ള പ്ലസ് സി ആൽഫയും ഡിനോമിനേറ്ററിലുള്ള മൈനസ് സി ആൽഫയും നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം, കാരണം അത് അത്രയും ചെറിയ ഒരു വാല്യൂ ആണ്. ഇവിടെ എന്താ വരിക? 0.0 into സി ആൽഫ ബൈ സി എന്ന് വരും അല്ലേ. നോക്കൂടെ 0.01 ആൽഫ ഇപ്പൊ തന്നിരിക്കുന്നത് 1.32 into 10⁻⁻5 ആണ്. 0.01 ആൽഫ എന്ന് കിട്ടി. ഇവിടെ വാല്യൂ എന്ത് കിട്ടും? 1.32 into 10⁻⁻5 by 0.01. നമുക്കത് 1.32 into 10⁻⁻ പുതിയ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ.
ആൽഫ ഡാഷ് മറ്റേതായിട്ട് കൺഫ്യൂസ് ആവാൻ. ഓക്കെ, അറുപതാമത്തെ ക്വസ്റ്റ്യൻ. The pH of 0.1 molar solution of cyanic acid is 2.34. Calculate the ionization constant of the acid and its degree of ionization in the solution. നമുക്കൊരു വീക്ക് ആസിഡിന്റെ pH തന്നിട്ടുണ്ട്. 0.1 മോളാർ സൊല്യൂഷന്റെ pH തന്നിട്ടുണ്ട് 2.34 ആണ്. അപ്പൊ അതിന്റെ അയനൈസേഷൻ കോൺസ്റ്റന്റ് K വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ ഡിഗ്രി ഓഫ് അയനൈസേഷൻ ആൽഫയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കവിടെ സൊല്യൂഷന്റെ pH തന്നിട്ടുണ്ട്. pH എന്ന് പറയുന്നത് നമുക്ക് 2.34 ആണ്. ഓക്കെ, അപ്പം pH എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. അതാണ് നമുക്ക് 2.34 തന്നേക്കും. H+ കോൺസെൻട്രേഷൻ നമുക്ക് എന്താ? മൈനസ് ആന്റി ലോഗ് ഓഫ് 2.34. നമുക്ക് 4.5 into 10⁻³ എന്ന് കിട്ടും. ഒരു വീക്ക് ആസിഡ് അയനൈസേഷൻ കൺസിഡർ ചെയ്യാം. നമുക്ക് അവിടെ കിട്ടും H3O++ A- കിട്ടും അല്ലേ? ആദ്യം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ C- C ആൽഫ, ഇവിടെ C ആൽഫ, ഇവിടെ C ആൽഫ. ഇക്വിലിബ്രിയത്തിലുള്ള H3O+ കോൺസെൻട്രേഷൻ ആണ് C ആൽഫ, അല്ലെങ്കിൽ H3O+ കോൺസെൻട്രേഷൻ തന്നെയാണ് ഇൻഡയറക്ട്ലി H+ കോൺസെൻട്രേഷൻ വരുന്നത്. H+ കോൺസെൻട്രേഷൻ C ആൽഫ എന്ന് കിട്ടി. അപ്പൊ C ആൽഫയാണ് 4.5 into 10⁻³ നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C അറിയാം, അവിടെ നിന്ന് ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടും. ആൽഫ ഈക്വൽ ടു 4.5 into 10⁻³ ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C എത്രയാണ്? 0.1 മോളർ ആണ്. അപ്പൊ നമുക്ക് 4.5 into 10⁻². ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടി. ആൽഫയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടാം. ഇതാണ് കെയുടെ വാല്യൂ നമുക്കറിയാം. C ആൽഫ സ്ക്വയർ ബൈ 1 - ആൽഫയാണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ നമ്മൾ 1 - ആൽഫ നമ്മൾ 1 ആയിട്ട് എടുക്കും. അപ്പൊ അതെടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് C ആൽഫ സ്ക്വയർ ആയിട്ട് എടുക്കും. അപ്പൊ കെയുടെ വാല്യൂ എന്താ വരിക? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C 0.1 into ആൽഫയുടെ സ്ക്വയർ നമുക്ക് കിട്ടിയ ആൽഫയുടെ വാല്യൂ എന്താണ്? 4.5 into 10⁻² സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കെയുടെ വാല്യൂ 2.025 into 10⁻⁻⁴. ഓക്കെ, നമുക്കിവിടെ pH തന്നിട്ടുണ്ടായിരുന്നു. ആ pH-ൽ നമ്മൾ H+ കോൺസെൻട്രേഷൻ കിട്ടി. H+ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ C ആൽഫ എന്ന് പറഞ്ഞു. അപ്പൊ C ആൽഫ നമ്മൾ കണ്ടുപിടിച്ചു. ആൽഫ കണ്ടുപിടിച്ചിട്ട് A കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ